കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആരാധന എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വരുന്നത്. ആരാധന എന്തല്ല, ആരാധന എന്താണ് എന്ന് പൗലോസ്ലീഹ ഇവിടെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് ആരാധന എന്നുള്ളത്. എല്ലാ മതങ്ങളിലും ആരാധനയുണ്ട്. അതുകൊണ്ട് പൊതുലോകത്തിലെ ആശയങ്ങൾ യഥാർത്ഥ ആത്മീയനായ ഒരു ദൈവബദലിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് മറ്റ് മതങ്ങളിലും നാമധേയമായ ക്രിസ്തീയ സമൂഹങ്ങളിലും അവർ ചെയ്തു വരുന്ന ചടങ്ങുകളും ചിട്ടകളും ചില ക്രമങ്ങളും കർമ്മങ്ങളും ഇത്യാദി കാര്യങ്ങൾ ആണ് ആരാധനയിൽ സംഭവിക്കേണ്ടത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തെറ്റായ ധാരണ അടിഞ്ഞുകൂടിയിട്ടുള്ളതിനാൽ ആ നിലയിൽ എന്തൊക്കെയോ കർമ്മങ്ങൾ പോലെ ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനെ ആരാധന എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രവണത ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചിടുവാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവവചനപ്രകാരം ആരാധന എന്ന് പറയുന്നത് മുഴുജീവിതവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഒരു യാഗം എന്നോണം ദൈവപ്രസാദമുള്ള ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന മുഴുജീവിതവുമാണ് ആരാധന. ആരാധന സമയബന്ധിതമല്ല. ആരാധന എന്തെങ്കിലും ചടങ്ങുകളിൽ ഒതുങ്ങുന്നതല്ല. ആരാധന സ്തുതിസ്തോത്രങ്ങളിൽ ഒതുങ്ങുന്നില്ല. ആരാധനയും സഭായോഗവും തമ്മിലുള്ള ബന്ധമാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത്. സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ളത് നമ്മൾ ദൈവവചനത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ദൈവവചനം സമ്പൂർണ്ണമാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉത്ബോധം ലഭിക്കത്തക്കതുപോലെയുള്ള പ്രബോധനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ചട്ടങ്ങൾ അല്ല, ദൈവം നമുക്ക് പ്രബോധനങ്ങളാണ് തന്നിരിക്കുന്നത്. നാം ആരാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. നാം ആരാണെന്നുള്ള തിരിച്ചറിവ് മൂലം അതിന് യോഗ്യമായ ഒരു ജീവിതചര്യ നമുക്കുണ്ടാകണം. ആ ഒരു നിലയിലാണ് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ആരാധനയും സഭായോഗവും എന്നുള്ള ചിന്ത നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. സഭായോഗത്തിൽ ആരാധനയ്ക്ക് കൂടി വരുന്നു എന്നുള്ള ചിന്തയല്ല, പിന്നെ കൂട്ടായ്മയ്ക്ക് കൂടി വരുന്നു എന്നുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത്. സഭായോഗങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്ന ചില വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നുകൂടി അതൊന്ന് ലിസ്റ്റ് പോലെ ഒന്ന് നിങ്ങളോട് വേഗമൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ. ഇതാണ് ഓരോരുത്തരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ദൈവസഭാ കൂടിവരവുകളിൽ ഓരോ വിശ്വാസിയും പ്രധാനിയാണ്. ഓരോരുത്തരും അവിടെ റോളുണ്ട്. ദൈവസഭയെ യേശുക്രിസ്തു എന്ന ശിരസ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരത്തോടാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. ശരീരത്തിൽ അവയവങ്ങൾ പലതുള്ളതുപോലെ ദൈവസഭയിൽ പല അംഗങ്ങളുണ്ട്. ഓരോ അവയവത്തിനും ഓരോ പ്രത്യേകമായ ചുമതല, പ്രവർത്തന രീതി ഉള്ളതുപോലെ സഭാവിശ്വാസികൾക്കെല്ലാവർക്കും വ്യത്യസ്തമായ വരങ്ങളും കൃപകളും ശുശ്രൂഷകളും നിയമിക്കപ്പെട്ടിരിക്കുന്നു.
ഏതെങ്കിലും ഒരു വിശ്വാസി സഭയിൽ അലസനായിരിക്കുവാനോ വെറും കാണിയോ കേൾവിക്കാരനോ ആയിരിക്കുവാനോ പാടുള്ളതല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം നിശ്ചലമായിരുന്നാൽ, പ്രവർത്തിക്കാതെ ഇരുന്നാൽ, നിശ്ചലമായി അങ്ങനെ കുറേ നാൾ തുടർന്നാൽ ആ അവയവം നിർജീവമായി പോകും, മരവിച്ചു പോകും, ആ അവയവത്തിന് വളർച്ചയുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവസഭയിൽ ഏതൊരു വ്യക്തിക്കും ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. അതിൽ ആ വ്യക്തി സജീവമായിരിക്കണം. ഒരു വ്യക്തി പോലും വെറും കാണികളുടെ കൂട്ടത്തിലോ കേൾവിക്കാരൻ എന്ന നിലയിലോ ഒരു ഇനാക്റ്റീവായിട്ടുള്ള, സജീവമല്ലാത്ത ഒരു റോളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയും ഒരു ദൈവസഭയിൽ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചില സഹോദരങ്ങളെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഒരു സഭയിലാണെങ്കിൽ പെന്തക്കോസ്തുകാരായ ദൈവമക്കളുടെ സഭയിൽ ഒരു പാസ്റ്ററുണ്ട്, കാര്യങ്ങൾ ലീഡ് ചെയ്യാനായിട്ടുണ്ട്. മറ്റ് പല സഭകളിലും വേർപെട്ട മറ്റ് പല സഭകളിലും മൂപ്പന്മാർ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട്. ഓരോ കൂടിവരവിലും ഓരോരുത്തർ ചുമതലപ്പെട്ടതിൽ നേതൃത്വം കൊടുക്കുകയാണ്. എന്നാൽ ഒരാൾ ലീഡ് ചെയ്യുന്നെങ്കിലും മറ്റെല്ലാവർക്കും ഇവിടെ റോളുണ്ട്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് പ്രാർത്ഥിപ്പാനായിരിക്കും, ചിലർക്ക് പ്രബോധിപ്പിക്കാനായിരിക്കും എന്ന് വേണ്ട എല്ലാവർക്കും സജീവമായ റോളുണ്ട് ഓരോരുത്തരും. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മെഗാ ചർച്ച് എന്നൊരു കോൺസെപ്റ്റ് ഈ അടുത്ത കാലത്തായി നമ്മുടെ ഇടയിൽ പടർന്നു കൂടിയിട്ടുണ്ട്. വേർപെട്ട സമൂഹങ്ങളിൽ പോലും അങ്ങനെ ഒരു ചിന്ത. മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ ഭീമൻ സഭ, 10,000-ങ്ങളോ ലക്ഷങ്ങളോ കൂടി വരുന്ന കൂടിവരവുകൾ, അവയെ സഭ എന്ന് വിളിക്കുവാനായിട്ട് ദൈവവചനത്തിലെ നിർവചനപ്രകാരം കഴിയുന്നതല്ല. സഭാ കൂടിവരവ് ഓരോരുത്തർക്കും ശ്രദ്ധ ലഭിക്കത്തക്ക നിലയിലുള്ള അംഗങ്ങൾ മാത്രമുള്ള കൂടിവരവുകളാണ് സഭ എന്ന് പറയുന്നത്. സഭ കുടുംബമാണല്ലോ, ദൈവത്തിൻ്റെ കുടുംബമാണല്ലോ. ഒരു കുടുംബത്തിൽ ഓരോ വ്യക്തിയും പ്രധാനിയായിരിക്കുന്ന പോലെ ദൈവസഭയിൽ ഓരോരുത്തരും പ്രധാനിയാണ്. അപ്പോൾ ഓരോരുത്തരും സഹോദരന്മാർ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്. അപ്പോൾ എന്തൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മറ്റ് ഭാഗങ്ങളും കൂടെ ചേർത്ത് വെച്ച് ഞാൻ ഒരു ലിസ്റ്റ് പോലെ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കൂടി വരുമ്പോൾ മെഗാ ചർച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റേ അല്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൂടി വരുന്നത് ആരാധിക്കുവാനല്ല. അതുകൊണ്ട് നമ്മുടെ സഭാഹോളുകളെ ആരാധനാ സ്ഥലങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ സഭാഹോളുകൾ എന്ന് പറയുന്നതാണ് മെച്ചം. ചടങ്ങിലേക്ക് നമ്മൾ മടങ്ങിപ്പോകരുത്. സജീവമായ ആത്മീക ശുശ്രൂഷകളിൽ പങ്കാളികളായി ഹൃദ്യമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ഊഷ്മളതയിൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും അന്യോന്യം ആത്മീക വർധന പ്രാപിക്കുന്ന ശുശ്രൂഷകൾ നടക്കുകയും ചെയ്യുന്ന ഒരു അവസരമായിരിക്കണം സഭാ കൂടിവരവുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, അതുപോലെ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലും അങ്ങനെ ഒരു ലിസ്റ്റ് പറയും. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. പ്രവചനം എന്ന് പറഞ്ഞാൽ പ്രധാനം പ്രബോധനമാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 1 കൊരിന്ത്യർ 14-26 അതുപോലെ 31 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ചില പരാമർശങ്ങൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പിന്നെയും സഭാ കൂടിവരവുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ സഭായോഗങ്ങൾ എന്തൊക്കെയുണ്ട്? പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നാം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് തിരുവെഴുത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരുമിച്ചുള്ള കൂടിവരവുകളിൽ പ്രാർത്ഥനയുണ്ട്. പിന്നെ സങ്കീർത്തനമുണ്ട്. അത് ബൈബിളിലെ സങ്കീർത്തനമായിരിക്കും. കാരണം താഴോട്ട് വരുമ്പോൾ ആത്മീയ ഗീതം എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സങ്കീർത്തനമുണ്ട്. ഉപദേശമുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, അത് സഭാ കൂടിവരവിലെ ഒരു പ്രധാന ഒരു ശുശ്രൂഷയാണ്. ഉപദേശം. ചിലർക്ക് വെളിപ്പാടുകളുണ്ട്. വെളിപ്പാടെന്ന് പറയുമ്പം ദർശനങ്ങളും വെളിപ്പാടുകളും ഇന്നുമുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല, എന്നും ലഭിക്കണമെന്നില്ല. ഇന്ന് ലഭിച്ചവരവന് എന്നും അത് ലഭിച്ചുകൊണ്ടേയിരിക്കണമെന്നുമില്ല. ആർക്കും ഇതൊന്നും കുത്തകയായി ദൈവം കൊടുത്തിട്ടുള്ളതല്ല. വെളിപ്പാടുകളുണ്ട്. പിന്നെ അന്യഭാഷയുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള അല്പം കഴിയുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. അതുപോലെ തന്നെ അന്യഭാഷ വ്യാഖ്യാനപരമുള്ള ആളുകൾ സഭയിലുണ്ട്. അതുപോലെ തന്നെ സ്തുതികളുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. അവ എഫേസ്യരിൽ കാണുന്നുണ്ട്. പിന്നെ തമ്മിൽ സംസാരിക്കണം. നമുക്ക് സാക്ഷ്യങ്ങൾ, ഹൃദയപൂർവ്വമായുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യണം, ദൈവത്തെ കീർത്തിക്കണം. അതുപോലെ സ്തോത്രം ചെയ്യണം.
സ്തോത്രം ചെയ്യണം. ഇതെല്ലാം എഫേസ്യർ 5:18-19 വാക്യങ്ങൾ നമ്മൾ പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കൊലോസ്യർ 3:16 നമ്മൾ നോക്കുമ്പോഴും അവിടെയും സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ തമ്മിൽ പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക, ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുക. അടുത്തത് വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നമ്മളിൽ വസിക്കണം എന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന, സങ്കീർത്തനം, ഉപദേശം, ആത്മീയ ഗീതങ്ങൾ, കീർത്തനങ്ങൾ, സ്തോത്രങ്ങൾ, പിന്നെ സ്തുതികൾ, തമ്മിൽ പഠിപ്പിക്കൽ, തമ്മിൽ ബുദ്ധി ഉപദേശിക്കൽ, നോക്കണേ, അന്യോന്യം ആത്മീയത്തിന് വരുത്തുന്ന ശുശ്രൂഷകൾ, ഇതെല്ലാം സഭായോഗങ്ങളിൽ ഉണ്ടായിരിക്കണം. പിന്നെയും ഉണ്ട് അപ്പം നുറുക്ക്. പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പം നുറുക്ക്, കർത്തൃത്തിരുമേശ സഭാ കൂടിവരവുകളിൽ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കൂടിവരവുകളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ അറിയാതെ എങ്ങനെയോ പറഞ്ഞു പോയി, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്ന് ബൈബിളിലുണ്ടെന്നൊരു ധാരണ. അങ്ങനെ ബൈബിളിൽ ഇല്ല. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ആചരിക്കുവീൻ എന്ന്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ആചരിക്കുവീൻ എന്ന് അറിയാതെ പലരും ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അത് മനസ്സിൽ പതിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ കർത്തൃതിരുമേശയില്ല നമുക്ക് ഒരു കുടുംബ പ്രാർത്ഥന നടത്തുവാൻ കഴിയില്ലല്ലോ. കർത്തൃമേശയില്ല നമുക്ക് ഒരു കൂടിവരവും കഴിയാതെ പോകുമല്ലോ. അങ്ങനെയല്ല. സൗകര്യമായി ഓരോ സഭാ കൂടിവരവുകളിലെയും സഹോദരങ്ങൾ പരസ്പരം ആലോചിച്ച് അവർക്ക് സൗകര്യമുള്ള ഒരു സമയം അപ്പം നുറുക്കിനായി നിയമിക്കപ്പെടുന്നത് നന്നായിരിക്കും. എന്നാൽ അത് വളരെ അകന്നു പോകരുത്. വളരെ 2 അപ്പം നുറുക്ക് ശുശ്രൂഷ തമ്മിലുള്ള ഇടവേള വളരെ ദീർഘമാകരുത്. ഒരു ന്യായമായ ഇടവേളയിൽ കർത്തൃതിരുമേശ നടത്തുന്നത് ആവശ്യമാണ്. സഭാ കൂടിവരവുകൾ ആവശ്യമാണ്. ഈ കൊറോണയുടെ പ്രത്യേകമായ കാലഘട്ടത്തിൽ കർത്തൃതിരുമേശ നടത്തുന്നതിന് ഈ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഉള്ള നിയമം സർക്കാർ നിയമിച്ചിട്ടുള്ളതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടില്ലാതെയില്ല. എന്നാൽ നാം പരിജ്ഞാനത്തോടും എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും കർത്തൃതിരുമേശ നടത്തത്തക്ക രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഞങ്ങളുടെ സഭാ കൂടിവരവുകൾ ഞങ്ങൾ ആചരിച്ചു പോരുന്നത്, നല്ല ശുശ്രൂഷിക്കുന്ന വ്യക്തി മാസ്ക് എല്ലാം ധരിച്ചിട്ടുണ്ട്. എല്ലാവരും മാസ്ക് ധരിച്ച് അകലം പാലിച്ച് ആകർഷകളിൽ അകന്നതാണ് ഇരിക്കുന്നത്. എന്നിട്ട് മാസ്ക് ധരിച്ച് ഫുഡ് ഗ്രേഡ് ഗ്ലൗസ് ഇട്ടുകൊണ്ട് അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ശേഷം നുറുക്കി, ചെറിയ ചെറിയ കഷ്ണങ്ങളായി തന്നെ നുറുക്കി ഫോർസെപ്സ് കൊണ്ട് എടുത്ത് ഓരോ വ്യക്തിയുടെയും അടുത്ത് കൊണ്ടുവന്ന് ഓരോ ചെറിയ കഷ്ണങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ കഴിയും. ഒരുമിച്ച് നുറുക്കുന്നു എന്നുള്ളതിൽ അതിന് പരിമിതി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് മാത്രമേ കഴിയുള്ളൂ. വ്യക്തിപരമായി എനിക്ക് ഒരു റോയിലെങ്കിലും ഇരിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന രീതിയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ ചെറിയ കപ്പുകളിൽ നേരത്തെ നിറച്ച് വെച്ചിരിക്കുന്ന വീഞ്ഞ് ഓരോരുത്തരെയും അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഗ്ലൗസൊക്കെ ഇട്ട് വളരെ പരിജ്ഞാനത്തോടും വളരെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അത് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാമല്ലോ, നാം ഒരുമിച്ച് ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്നതിൻ്റെ മേൽ പോലും ഒരു ചെറിയൊരു നിയന്ത്രണം വെച്ചിരിക്കുന്നത് നമ്മളറിയാം. നമ്മളെല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നതും കൂടിവരവിൽ നമ്മൾ സംബന്ധിക്കുന്നതും. ഇതുപോലെയുള്ള ഒരു ചെറിയ ഒരു ക്രമീകരണം തൽക്കാലത്തേക്കായി മാത്രം ഇങ്ങനെ ഓരോ പാത്രങ്ങളിൽ വെക്കുന്നത് നന്നായിരിക്കും. അത് ഇപ്പോഴത്തെ ഈ രോഗവ്യാപനമുള്ള സാഹചര്യത്തിൽ അത് നിയമവും അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും പരിജ്ഞാനത്തോടും സൂക്ഷ്മതയോടും ചെയ്യുന്നത് തെറ്റില്ല. അപ്പം നുറുക്ക് എന്ന് പറയുന്ന സഭായോഗത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ഈവൻ സ്തോത്ര കാഴ്ച ഇടുന്നത് പോലും സഭായോഗത്തിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തരും ആഴ്ചവട്ടത്തിന് 1-ാം നാൾ തോറും ചരതിച്ചു വെക്കണം എന്നുണ്ട്. എന്തെങ്കിലും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പങ്കിടുന്ന, അന്യോന്യം ഭൗമിക നന്മകൾ പങ്കിടുന്ന അനുഭവത്തിൽ ഒരുമിച്ച് കൂട്ടാനായി പെട്ടെന്ന് ഒരു നിമിഷം പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പണമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ തോറും ഒരുമിച്ച് കൂടി, അതാണ് സ്തോത്ര കാഴ്ചയും വിശുദ്ധ തിരുവെഴുത്തിൽ കൂടിവരവുകളിലെ ഒരു ശുശ്രൂഷയായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടിവരവുകളിൽ സഭായോഗങ്ങൾ സംബന്ധിക്കുക. സൗരങ്ങളെ, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കൂടി വരുമ്പോൾ ആരാധനയുണ്ട് എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
കൂടി വരുമ്പോൾ ആരാധനയുണ്ട് എന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം മുഴു ജീവിതവുമാണ് ആരാധന. കൂടിവരവുകളുടെ പരിമിതമായ സമയത്തിൽ ഒതുങ്ങുന്ന ഒരു ചടങ്ങല്ല ആരാധന. മുഴു ജീവിതവും ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 1-10 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷ ഘോഷണത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. അപ്പോൾ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് അതും ആരാധന ഭാഗമാണെന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും സഭായോഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 3 വാക്യത്തിൽ ദൈവത്തിനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, അതാണ് ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞത്. ഇങ്ങനെ ദൈവമഹത്വത്തിനായി ഒരു യാഗമെന്ന പോലെ സമർപ്പിച്ചുള്ള ജീവിതമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പരിശുദ്ധാത്മൻ്റെ ശക്തീകരണവും നിയോഗവും പ്രചോദനവും നിയന്ത്രണവുമില്ലാതെ അങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നതല്ല. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. സത്യത്തിലെന്ന് പറഞ്ഞാൽ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നുവല്ലോ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം പരിശുദ്ധാത്മ നിയോഗത്തോടും ശക്തീകരണത്തോടും പരിശുദ്ധാത്മ പ്രേരണയാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ സഭായോഗവും ആരാധനയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സഭായോഗം ആരാധനയുടെ ഒരു ഭാഗമാണെങ്കിലും സഭായോഗത്തിൽ ആരാധന ഒതുങ്ങുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് നമുക്ക് ഇച്ചിരി നേരം ആരാധിക്കാം, നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു, ആരാധനാ സ്ഥലം, ആരാധനാ സമയം, ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവവചനപ്രകാരം കൃത്യമായവയല്ല. സഭായോഗത്തിൻ്റെ സമയം, സഭാ കൂടിവരവിൻ്റെ സമയം, അതാണ് ഇംഗ്ലീഷിൽ പറയും സർവീസ്, ടൈമിംഗ് ഫോർ സർവീസ് എന്ന. സർവീസ് എന്ന് പറയുന്നത് കൂടിവരവ്, ഒരുമിച്ച് കൂടി ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയം. സ്തോത്രം. അപ്പോൾ സഭായോഗവും ആരാധന ഉള്ള വ്യത്യാസം നിങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് പിന്നെയും ഒരു തെറ്റായ ധാരണയുള്ളത് ആരാധനയും അന്യഭാഷയുമാണ്. ചില പ്രിയ സഹോദരങ്ങളിൽ, നിഷ്കളങ്കരായ ചില പ്രിയ സഹോദരങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വന്നിരുന്ന് ധ്യാനത്തോടുകൂടി ആത്മീയ ഗീതങ്ങൾ ദൈവസന്നിധി ഹൃദയം പകർന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സംഗീതത്തിൽ ഉൾക്കൊള്ളുന്ന ദൈവവചന സത്യങ്ങൾ അവൻ്റെ അന്തരാത്മാവിൽ ഒരു ചൈതന്യം പകരുകയും അവൻ്റെ ആത്മാവ് പിടച്ചു വികസിക്കുകയും ഉള്ളത്തിൽ ഒരു ചലനവും ഒരു ഊഷ്മളതയും അവൻ അനുഭവിച്ച് ദൈവത്തോടുള്ള വ്യക്തിബന്ധം അവൻ അനുഭവിക്കുമ്പോൾ അവൻ അന്യഭാഷയിൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ഉള്ള ആ ഭാഗ്യകരമായ അനുഭവം അവന് ലഭിക്കുന്നു. അങ്ങനെ അവൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ അന്യഭാഷയിൽ ഇച്ചിരി നേരം പാടിയ പാട്ടിൻ്റെ താളത്തിലോ രാഗത്തിലോ ഒക്കെ ഒത്തിരി നേരം ഉച്ചസ്ഥലം ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആരാധന എന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, നിഷ്കളങ്കരായ സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചിരി നേരം ആരാധിക്കാം, ഇന്ന് ആരാധിച്ചില്ല, ഇന്ന് സഭായോഗത്തിൽ ആരാധന വെളിപ്പെട്ടില്ല, അയ്യോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ എന്തൊക്കെയായി പറഞ്ഞു വെക്കുന്നത്? ആരാധന എന്താ വെളിപ്പെടുന്നതാണോ, വെളിച്ചപ്പെടുന്നതാണോ, വെളിച്ചപ്പാടിൻ്റെ പോലെയാണ്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളങ്ങനെ ചിന്തിക്കരുത്. ഇനി ആരാധനയും അന്യഭാഷയും എന്താണ് അന്യഭാഷ? പരിശുദ്ധാത്മാവിൽ ഒരു ദൈവവൈതൽ അനുഭവിക്കുന്ന അനേക അനുഭവങ്ങളുണ്ട്. അനുഗ്രഹകരമായ ആ അനുഭവങ്ങളിൽ ഒരനുഭവമാണ് ആത്മസ്നാനാനുഭവം. ആത്മസ്നാനാനുഭവത്തിൻ്റെ പ്രകടമായ തെളിവായി അടയാളമായി അന്യഭാഷയെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ആത്മസ്നാനാനുഭവം. സ്നാനം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം മരണം, അടക്കം, ഉയിർപ്പ് എന്നാണല്ലോ. അപ്പോൾ ഈ ആത്മസ്നാനത്തിൽ എന്താ സംഭവിക്കുന്നത്? പഴയ മനുഷ്യനെ മരിപ്പിച്ച് കർത്താവിനോട് കൂടെ മറഞ്ഞിരുന്ന് കർത്താവിനോട് കൂടെ ഒരു പുതിയ ചൈതന്യത്തോടെ പുതുജീവനിൽ ജീവിക്കുന്ന ജീവിതം. സ്തോത്രം. നോക്കണേ, അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മളെ പ്രാപ്തന്മാരാക്കുവാൻ പരിശുദ്ധാത്മാവ് വിശേഷവിധിയായി നമ്മളിൽ വ്യാപരിക്കുന്ന അനുഭവമാണ് ആത്മസ്നാനാനുഭവം. അപ്പോൾ പഴയ മനുഷ്യൻ നമ്മൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവനവിടെ നമ്മുടെ ഉള്ളിലിങ്ങനെ പതുങ്ങിക്കിടക്കുകയാണ്.
ചിലപ്പോഴൊക്കെ അവരിങ്ങനെ തലമുക്കി വരും. അതാണ് ആ മനുഷ്യനെ എന്ത് ചെയ്യണം? പഴയ പാപ പ്രകൃതത്തെ മരിപ്പിക്കണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. നമ്മളത് കണ്ടതാണ്. ആ പഴയ മനുഷ്യനെ മരിപ്പിച്ച് അപ്പോൾ മരണം, പിന്നെ ക്രിസ്തുവിൽ മറഞ്ഞ് നാം മരിച്ചു. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ മറഞ്ഞ് നോക്കണേ, സ്തോത്രം, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തൊരു പുതിയ ജീവിയെപ്പോലെ, പുതിയ സൃഷ്ടിയെപ്പോലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ക്രിസ്തീയ ജീവിതം, അതിന് നമുക്ക് സ്വയം പ്രാപ്തരല്ല. അതിന് നമ്മളെ പ്രാപ്തന്മാരാക്കുവാൻ പരിശുദ്ധാത്മാവ് വിശേഷ വിധിയായി നമ്മളിൽ വ്യാപരിക്കുന്ന സന്തോഷകരമായ അനുഭവമാണ് ആത്മസ്നാനാനുഭവം. അതിൻ്റെ പ്രകടമായ അടയാളമായി അന്യഭാഷാ ഭാഷണത്തെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട സകല ആത്മീയ അനുഗ്രഹങ്ങളും 21-ാം നൂറ്റാണ്ടിൽ നിലനിൽക്കുന്ന ദൈവസഭയ്ക്ക് ദൈവം നിയമിച്ച് നൽകിയിട്ടുണ്ട്. കാരണം സഭായുഗം ഒന്നാണ്, കൃപായുഗം ഒന്നാണ്. ഇന്ന് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃപായുഗം, അന്ത്യകാലം എന്നാണ് ഈ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൃപായുഗത്തെക്കുറിച്ച് അന്ത്യകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പിന്നെയും വിഭജിക്കുവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് നിയമിക്കപ്പെട്ട എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ 1-ാം നൂറ്റാണ്ടിൽ അന്യഭാഷാ ഭാഷണം ആത്മസ്നാനാനുഭവത്തിന് അടയാളമായി പരിശുദ്ധാത്മാവ് നൽകുവാൻ പ്രസാദമായെങ്കിൽ ഇന്നും ആ അനുഭവമുണ്ട്. എത്രയോ ഭക്തന്മാർ, സ്തോത്രം, ഈ അനുഭവത്തിന് ഇന്നും സാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ നിഷേധിക്കരുത്, അത് വേണ്ടാന്ന് വെക്കരുത്, അതിനെ അവഗണിക്കരുത്, അതിനെ വിമർശിച്ച് തള്ളരുത്. സ്തോത്രം, നിങ്ങൾ സഭായുഗത്തെ പിന്നെയും വിഭജിക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ നിയമിക്കപ്പെട്ട എല്ലാ അനുഗ്രഹം ഇന്നും കൃപാവരങ്ങളുടെ ശുശ്രൂഷയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാനതിന് കൂടുതൽ വിശദീകരണത്തിനായി പോകുന്നില്ല. അപ്പോൾ അന്യഭാഷാ ഭാഷണം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മളത് വായിക്കുന്നുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നതിന് സംസാരിക്കുന്ന ഒരു അനുഭവമായിട്ട് അന്യഭാഷാ ഭാഷണത്തെ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയും തനിക്ക് താൻ ആത്മിക വർധന വരുത്തുകയും ചെയ്യുന്നു. നോക്കണേ, സ്തോത്രം. അപ്പോൾ അതിന് നിയമിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഈ അനുഭവം, അത് കൂടി വരവിലും ഒരുവൻ അന്യഭാഷയുണ്ട്. അപ്പോൾ അന്യഭാഷ എല്ലാവരും ഒരുമിച്ചങ്ങ് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അലങ്കോലമാകും. അത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ സഭാ കൂടിയവരിലെ ക്രമങ്ങളെക്കുറിച്ച്, നിയന്ത്രണങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അനിയന്ത്രിതമായി അലങ്കോലമായി പോകുവാനുള്ള ഒന്നല്ല അന്യഭാഷ പ്രിയപ്പെട്ടവരെ. അത് ചിട്ടയോടും ക്രമത്തോടും കൂടി, അത് 1-2 പേർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിയും നമ്മൾ പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ പിന്നെയും വായിക്കുന്നുണ്ട്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്യഭാഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തോട് സംസാരിക്കുക. കാര്യം പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണല്ലോ. അത് ദൈവത്തോട് സംസാരിക്കുന്നതിന് സവിശേഷമായ ആത്മീയ അനുഭവത്തിലേക്ക് ഒന്ന് പ്രവേശിക്കും. പക്ഷേ അതൊരു പ്രകടമാക്കിയോ ഒരു ഷോ ആക്കിയോ ചെയ്യുവാൻ പാടില്ല. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. ചിലപ്പോൾ ആത്മീയ ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിച്ചാൽ ആത്മീയ അനുഭവത്തിൽ അന്യഭാഷയിൽ പാടുവാനുള്ള അനുഭവം ചിലപ്പോൾ അവന് ലഭിച്ചെന്ന് വരും. പക്ഷേ അങ്ങനെ അതിലൊതുങ്ങുന്നതല്ല ആരാധന. കൂടിവരവുകളിൽ അത് അനിയന്ത്രിതമായി ഉണ്ടായാൽ കൂടിവരവുകൾ അലങ്കോലമാകുകയും, പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം ഇല്ലാത്ത ആളുകൾ ഒറ്റപ്പെട്ടവരെ പോലെ അവിടെ തോന്നുകയും മാത്രമല്ല, അനിയന്ത്രിതമായ പെരുമാറ്റം അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് കൂടിവരവുകളുടെ ക്രമവും ചിട്ടയും ഭംഗിയും നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഒരുമിച്ചുള്ള കൂടിവരവുകളിൽ ഒരുമിച്ച് ആത്മീയ ഗീതങ്ങൾ പാടുമ്പോൾ ആത്മാവിൻ്റെ നിറവിൽ ചിലർക്ക് അന്യഭാഷയിൽ പാടുന്ന അനുഭവം ഉണ്ടായാൽ അവരത് ചെയ്യട്ടെ. അത്
അത് പാടുന്ന സമയമാണ്. അതും അതിൻ്റെ ചിട്ടയായും അതിൻ്റെ ക്രമമായും അതിൻ്റെ ഭംഗിയിലും മാത്രമേ ചെയ്യുവാൻ പാടുള്ളതുള്ളൂ. കാരണം പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകനെ കീഴടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മ നമ്മളെ ആരെയും ബാധിച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പെരുമാറുവാൻ നമ്മളെ അങ്ങ് ഇടിയാക്കി എന്നത് തെറ്റായി ധരിക്കരുത്. പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകനെ കീഴടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിനെ പ്രചോദിപ്പിച്ചാണല്ലോ നമ്മൾ ആ നിലയിൽ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാരെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, അവൻ പരിജ്ഞാനമില്ലാതെയാക്കുന്നില്ല, അവൻ്റെ വ്യക്തിത്വത്തെ അമർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് പരിജ്ഞാനത്തോടെ പെരുമാറുവാനുള്ള സാവകാശം അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് താൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് അറിയാൻ മേല, ഞാൻ അങ്ങനെ അങ്ങ് പെരുമാറി. അത് ബാധിക്കലിൻ്റെ അടയാളമാണ്, അഭിഷേകത്തിൻ്റെ അടയാളമല്ല. പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയുമില്ല. ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്നൊരു സമയം മാത്രമാണ് ആരാധനയെന്നും നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മുഴു ജീവിതവുമാണ് ആരാധന. നമുക്കൊരു മാറ്റം ഈ നിലയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് ഇപ്പോൾ സഭാ ഹാളുകൾ അടഞ്ഞു കിടക്കുമ്പോഴും നമുക്ക് ആരാധനയുണ്ട്. ഇതര മതങ്ങളിൽ അവർ ചില ചടങ്ങുകൾ ചെയ്യുന്നു, അതാണ് ആരാധന. നമുക്കറിയാമല്ലോ, നാമധേയമായ പട്ടത്വ സഭകളിൽ അവർ ചില ചടങ്ങുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ കാർമ്മികന്മാർ എഴുതി വെച്ച പ്രമാണപ്രകാരം ചിട്ടപ്രകാരം എഴുതി വെക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ കൂടിവരവുകൾ ഉപയോഗിക്കാനുള്ള വാക്കുകൾ നേരത്തെ കൂട്ടിയൊന്നും എഴുതി വെച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ക്രമമൊന്നും പോകാതിരിക്കാനും ഭംഗിയായുള്ള വാക്കുകൾ ഉപയോഗിക്കാനും അർത്ഥപൂർണമായ പ്രയോഗങ്ങൾ ഉപയോഗിക്കുവാനും പെട്ടെന്ന് ബലഹീനരായ നമുക്ക് മനസ്സിൽ തെളിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂടിവരവുകളിലാണെങ്കിലും അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അന്നത്തെ കാര്യപരിപാടികൾ, അന്നത്തെ പ്രോഗ്രാമുകൾ, അന്നത്തെ ശുശ്രൂഷകളുടെ ഒരു ചെറിയ രൂപരേഖ നേരത്തെ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും. ഒരു വിഷയം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പോലും കുറിപ്പുകൾ ഉണ്ടാക്കി ചിലരെ മുഴുവൻ പ്രസംഗങ്ങളും എഴുതി വെച്ച് വായിക്കുന്നവരെ പോലുമുണ്ട്. അതുമൊന്നും തെറ്റായ ഒരു കാര്യമല്ല. അതിന് പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈ ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകളിൽ എഴുതി വെച്ച പ്രമാണപ്രകാരവും ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുഴുവൻ ജീവിതവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രയാഗമായി അർപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കുന്ന ആ ജീവിതമാണ് സ്തോത്രം നാം തിരുവെഴുത്തിൽ കാണുന്ന ആരാധന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, യാതൊരു ശാരീരിക കഴിവുകളും യാതൊരു മാനസിക കഴിവുകളും സ്തോത്രം ഒന്നും പ്രദർശിപ്പിക്കുന്ന ഒരു അവസരമായി ആരാധനയെ കാണുവാൻ പാടില്ല. ശാരീരിക വൈകല്യങ്ങളുള്ളവർ, സംസാരിക്കുവാനായി ശേഷിയില്ലാത്ത ആളുകൾ, പ്രിയമുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ആരാധനയുണ്ട്. അവർ ദൈവനാമ മഹത്വത്തിനായി യാഗമായി അർപ്പിക്കപ്പെട്ടതുപോലെ അവിടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ അതാണ് ആരാധന. ആരാധനയിൽ ദൈവം കഴിഞ്ഞാൽ ആരാധകനാണ് പ്രധാനം. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിത്തീരുക. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. സ്തോത്രം. പ്രിയപ്പെട്ട അങ്ങനെയുള്ള ആ വചനപ്രകാരമുള്ള ആരാധനയ്ക്ക് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, പലരും ആരാധനയ്ക്ക് ചിട്ടകളും ചട്ടങ്ങളും, കർത്താവേ, സ്ഥലവും പ്രത്യേകമായ രീതികളും, കർത്താവ് വിശേഷപ്പെട്ട വ്യക്തികളും വിശേഷപ്പെട്ട വേഷഭൂഷാദികളും ഒക്കെ നിയമിച്ച് അത് പരിമിതപ്പെടുത്തുമ്പോൾ ആത്മാവിലും സത്യത്തിലും കർത്താവെ വചനപ്രകാരം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്താൽ നിയോഗിക്കപ്പെട്ടവരായി അങ്ങയുടെ മഹത്വത്തിനായി യാഗമായി അർപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കുന്ന ആത്മീയ ആരാധനയ്ക്കായി തിരുമേനി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. ആ സത്യം വേണ്ടതുപോലെ ഗ്രഹിച്ച് ചില ചടങ്ങുകളിൽ ഒതുങ്ങുന്ന കർത്താവെ കാർമ്മികമായ
ചിലതായിട്ട് ആരാധന ഒതുക്കുവാൻ കർത്താവെ ഞങ്ങൾ വശീകരിക്കപ്പെടരുതേ. മുഴുജീവിതവും അങ്ങയ്ക്ക് മഹത്വമായി കർത്താവ് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. കർത്താവെ ഞങ്ങളുടെ സഭായോഗങ്ങൾ സജീവമായിരിക്കുമ്പോൾ തന്നെ കർത്താവ് അതിൽ ആരാധന ഒതുങ്ങുന്നതിലുള്ള തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് തന്ന് പിന്നെയും അങ്ങയുടെ മഹത്വത്തിനായി മുഴുജീവിതവും സമർപ്പിച്ച് ജീവിക്കുവാൻ, അതുപോലെ കർത്താവെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ അത് ഗൗരവത്തോടെ അവയെ കണ്ട് ആത്മീയ വർധനയ്ക്കുള്ള എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ വചനം നിയമിച്ചിരിക്കുന്നവ നിർവഹിച്ച് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി അങ്ങേക്ക് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണം. മഹത്വം എളിയവരുടെ ജീവിതത്തിലൂടെ അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.